ചില പാട്ടുകൾ ഇങ്ങോട്ട് ഇറങ്ങുന്ന കാലഘട്ടത്തിൽ വലിയ ഓളം ഉണ്ടാക്കും. കുറേ കാലത്തേക്ക് ആ പാട്ടായിരിക്കും എല്ലായിടും പാടും. കുറേ കാലത്തേക്ക് നമുക്കൊക്കെ ഇഷ്ടമാണ്, അതിങ്ങനെ പാടും. കുറച്ച് കഴിയുമ്പോൾ അത് നിൽക്കും, അടുത്ത പാട്ട് വരും. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അഭിഷിക്തന്മാർ കോറിയിട്ടിട്ട് പോയ പാട്ടുകളുണ്ട്. അതിൻ്റെ പുതുമ തീരില്ല. നിങ്ങളെ അടുക്കളയിൽ നിന്ന് ഈ സഹോദരിമാർ വലിയ ഭാരത്തോട് നിൽക്കുമ്പം ഒരു പാട്ടിൻ്റെ അടി ഇങ്ങോട്ട് വരും, ഉടനെ ഒരാശ്വാസമാണ്. അല്ലേ 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 പാസ്റ്റേ? ചങ്കിൽ എന്തോ എടുത്തു വെച്ച പോലെ ഭാരപ്പെട്ട് കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും, ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാട്ടിന് രണ്ടടി ദൈവം നിനക്ക് തരും. അപ്പോൾ ഒഴുകുന്ന പോലെ ഒഴുകിയാൻ മാറും. ഒന്ന് കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ച ശക്തിയോടെ ഒരു വാക്യം അല്ലെ, ഒരു വാക്യം പാട്ടല്ലേ, ഒരു വാക്യം, അതാ ദൈവത്തിന്റെ ശക്തി. പെട്ടെന്നൊരു വാക്യം, അതിന് പുതുമാറുന്നില്ല. ഞാൻ ഈ ചില പാട്ടിങ്ങനെ അലിയിൽ ഇപ്പൊ പറയുന്നത്, നമുക്ക് ഈ പ്രസംഗത്തേക്കാൾ ഉള്ളിൽ കയറും. 1.5 മണിക്കൂറത്തെ ഒരു പ്രസംഗത്തേക്കാൾ ഒരു പാട്ടിന്റെ രണ്ടടി ചിലപ്പോൾ നമുക്ക് ധൈര്യം തരും. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ് കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ് കർത്താവോടു കൂട്ടാളിയായി തീരുന്നു. എത്ര കാലങ്ങൾക്ക് മുമ്പ് ഇത് പാടിയിട്ട് പോയത്, എത്ര പേരെ ഇത് കരയിക്കുന്നു, എത്ര പേരുടെ കണ്ണുനീർ ഒപ്പുന്നു. സാധു കൊച്ചുമേശി 8 മക്കള് 7 എണ്ണവും മരിച്ചു. 8ാമനെയും മരണം പിടിച്ചപ്പോൾ ആ കുഞ്ഞിനെ മടിയിട്ട് കൊണ്ടിരിക്കുമ്പോൾ നാട്ടുകാരെല്ലാം വന്ന് പരിഹാസം പറഞ്ഞു. കൂടുതൽ ഭക്തിക്ക് പോയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് കൊടുത്ത പാട്ടാണ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദോഷമായിട്ടെന്നോടും എന്റെ താതൻ ചെയ്യുകയില്ല, ദോഷമായിട്ടെന്നോടൊന്നും എന്റെ താതൻ ചെയ്യുകയില്ല. അവൻ എന്നെ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ഒരഭിഷക്തന്റെ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ നിറയുന്നെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തെ തൊടുന്നെങ്കിൽ, നിങ്ങൾ ഓർത്തോണം, എപ്പോഴോ ആ ദൈവഭക്തൻ തീക്കകത്തിറങ്ങി. അപ്പോൾ കൂടെ യേശു കർത്താവും ഇറങ്ങി നിന്ന് തന്റെ ഭൃത്യനെ ചേർത്ത് നിർത്തി കണ്ണുനീറൊപ്പി കൊടുത്ത വാക്ക് കൈമാറുമ്പോഴാണ് നിങ്ങളുടെ കണ്ണും ഹൃദയം നിറയുന്നത്. A sermon born in head, that richly heard. A sermon born in spirit, that richly spirit. A sermon born in heart, that richly heart. തലച്ചോറിൽ ഉടലെടുക്കുന്ന പ്രസംഗങ്ങൾ തലച്ചോറിനെ തൊടും. ഹൃദയത്തിൽ ഉടലെടുക്കുന്നത് ഹൃദയത്തെ തൊടും. ആത്മാവിൽ ഉടലെടുക്കുന്നത് ആത്മാവിനെ സ്പർശിക്കും. ദൈവദാസ, ആർക്കുമില്ലാത്ത ശോധന നിനക്കുണ്ടോ? ആർക്കുമില്ലാത്തൊരു വെളിപ്പാട് ദൈവം നിനക്ക് തരും. ദൈവം നിന്നെ ചിലപ്പോ ഈ വേദനയിൽ ഇറക്കുന്നതേ ഹൃദയത്തെ തൊടുന്ന സന്ദേശം നിനക്ക് കൈമാറാനാ. ശക്തിയോടെ കൈയടിച്ച് ദൈവത്തെ നമ്മ കുറ്റപ്പെടുത്തിയാണ്. മറക്കല്ലേ? അതിനെ വേദന. എനിക്കാ എന്തായി വേദന? എനിക്ക് മാത്രം എന്താ ശോധന? നിന്നെ തകർക്കാനല്ല, നിന്നെ പിടിക്കാനല്ല, നിന്നെ പൊന്നാക്കാനാ. ഞാൻ പറയില്ല, എന്റെ പ്രസംഗം എന്റെ ജീവിതം, അതാണ് എന്റെ കണ്ണ് നിറയുന്നത്. ഞാൻ എന്റെ ചർച്ചിൽ എനിക്ക് ചർച്ചുണ്ട്, ആരും തന്നല്ല, ഞാൻ തന്നെ സ്ഥാപിച്ചു കൃപയാൽ. ഈ 360 ദിവസമുണ്ട്, 260 ദിവസവും ഞാൻ വീട്ടിലില്ല. അതിനിടയിൽ 3 ചർച്ചുകൾ സ്ഥാപിച്ചത്.
ആരാണ്ട് പറഞ്ഞാൽ ആദ്യമൊക്കെ ഇട്ടെറിഞ്ഞ് ഇന്നാ പിടിച്ചോന്ന് നമ്മൾ ഇട്ടിട്ട് പോരുന്നു പാസ്റ്ററെ. ഇപ്പോൾ കായംകുളം ടൗണിൽ ഫെയ്ത്ത് സെന്റർ, അതിൻ്റെ സീനിയർ പാസ്റ്ററാണ് ഞാൻ. ഇത്രയും ഓട്ടത്തിനിടയിൽ കൂടാതെ ഇന്ത്യൻ പെന്തക്കോസ്ത് ഇവിടെ ഏറ്റവും പഴക്കമുള്ള 50 വർഷത്തിലധികം പഴക്കമുള്ള ഏറ്റവും സീനിയറായ പാസ്റ്റർ എം. വർഗീസ് ദൈവദാസൻ സൂക്ഷിച്ച ഡിസ്ട്രിക്റ്റിൻ്റെ സൂക്ഷകനാണ് ഞാൻ. 41 പാസ്റ്റേഴ്സ് എൻ്റെ കൂടെ ഉണ്ട് ഈ ഓട്ടത്തിനിടയിൽ. ഇപ്പം ഞാൻ എൻ്റെ ചർച്ചിൽ പ്രസംഗിക്കാൻ അന്നും പറയാൻ നിന്നൊന്നുമല്ല, ഞാൻ നിൽക്കുമ്പോൾ ചില പാട്ടുകൾ എനിക്ക് തരും. ഒരിക്കലും വലിയ ഭാരം ചങ്കിന് നേരെ, എൻ്റെ നേരെ, അതിവിടെ ലൈവ് ഒന്നുകൂടെ പറയാൻ നോക്കില്ല. എൻ്റെ ചർച്ചിൽ 80% ഹൈന്ദവ സഹോദരങ്ങളാണ്. ചുമ്മാ അത് അവിടെ നിന്നൊന്നും വലിച്ചു കയറ്റിക്കൊണ്ട് വന്നതല്ല, അവർ രക്ഷിക്കപ്പെട്ട് എൻ്റെ കൈ കൊണ്ട് സ്നാനപ്പെടുത്തിയെടുത്തവർ ഹൈന്ദവ സഹോദരങ്ങളാണ്. ഒരുത്തനെ RSS കാര്യാലയത്തിലൊക്കെ കൊണ്ട് പരാതി കൊടുത്തു, മതം മാറ്റം. വേറെ ഒന്നുമല്ല, ഉൾക്കൈയിട്ടവനാണ് കൊടുത്തത്. അവൻ്റെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കി. എന്ത് ചെയ്യുന്നറിയില്ല. എല്ലാവരുടെയും പേരും ഒക്കെ എഴുതി കൊണ്ടു കൊടുത്തു. അവരെന്നെ വിളിച്ചു, ഭയങ്കര പ്രശ്നമായി. ഞാൻ ആ സൺഡേയിൽ നിൽക്കുമ്പോൾ ഇതൂടെ പാടി ഇനിയും പാടത്തില്ല, സമയമില്ല. വൻപിച്ച ലോകത്തിര കമ്പം തിരുവോളാവൂ. ചുമ്മാ പാടരുത്, ഹൃദയത്തിൽ നിന്ന് പാടണം. ചുമ്മാ പാടാൻ വേണ്ടി വന്നിരുന്ന് പാടില്ല. നിങ്ങളുടെയൊക്കെ ചിലരെയൊക്കെ ഇരിപ്പുണ്ട്, കൊട്ടാൻ വേണ്ടി വന്നു കൈയടി. നോ, വന്നിരുന്ന് അങ്ങടുത്ത് നോ. വൻപിച്ച ലോകത്തിര കമ്പം തിരുവോളാവൂ. വൻപിച്ച ലോകത്തിര കമ്പം തിരുവോളാവൂ. മുമ്പും പിന്തുമായവേ അൻപോടെ നടത്തും. മുൻപും പിന്തുമായവൻ അൻപോടെ നടത്തും. കർത്താവിനോട് പറഞ്ഞു, മോനെ ഇങ്ങോട്ട് നോക്കിയേ, ഈ തിരമാലകൾ ഉയർന്നു പൊങ്ങും, ഈ കൊടുങ്കാറ്റുകൾ ആഞ്ഞു വീശും, പക്ഷെ നിന്നെ തൊടുവാൻ ഞാൻ സമ്മതിക്കില്ല. ഇതിന്റെ ഇടയിലൂടെ ഞാൻ നിന്നെ അക്കരെ എത്തിക്കും. ഇന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്നോട് ഞാൻ പറയുന്നു, ഈ കൊടുങ്കാറ്റുകൾ ആഞ്ഞു വീശും, തിരമാലകൾ ഉയർന്നു പൊങ്ങും, പക്ഷെ നിന്നെ തൊടാൻ കർത്താവ് സമ്മതിക്കില്ല. വാതുറന്ന് കൈയടിച്ച ശക്തിയോട് അന്യഭാഷ യേശുവിന്റെ നാമത്തിൽ പറ, എന്നെ തൊടാൻ പിശാചേ, എന്നെ തൊടാൻ ദൈവം അനുവദിക്കില്ല. ഇതിനിടയിലൂടെ ദൈവം നിന്നെ അപ്പുറം എത്തിക്കും. കണ്ടോ, ഇതാ ഭക്തന്മാരുടെയൊക്കെ പാട്ടിന്റെ ശക്തി. പ്രതീക്ഷിച്ചതുപോലെ നടക്കാതെ വന്നപ്പോൾ അവൻ ഇടറിപ്പോയി. ഒരു കഥ കൂടെ പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യണം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം എടുത്താട്ട്. യോഹന്നാന്റെ സുവിശേഷം 20:19 മുതൽ പെട്ടെന്ന് വായിച്ചാട്ട്. ജോൺ ചാപ്റ്റർ 20:19. ആ ആ യെസ് ആ അയച്ചു വാസ്റ്റർ അയച്ചു. സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട് 24-ാം വാക്യം സമയം. എന്നാൽ യേശു വന്നപ്പോൾ ഒരുവനായ ദിദിമോസ് തോമസ് അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവന്റെ കയ്യിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്തുകൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമസ് അവനോട്, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ. ഞെട്ടിപ്പോയി. മൈ ലോർഡ് ആൻഡ് ഗോഡ്, എന്റെ കർത്താവ്, എന്റെ ദൈവമേ. അവിടെ ഒരു പദമുണ്ട്, ഇങ്ങോട്ട് കൈ നീട്ട്. നീ വിലാപ്പുറത്തേക്ക് കൈയിട്ടു, ആണിപ്പഴുതിലേക്ക് നീ കൈയിട്ടു. തേജസ്കരിക്കപ്പെട്ട കർത്താവിന്റെ ശരീരത്തിൽ അപ്പോഴും ആ പാടുണ്ടായിരുന്നു. ലിജിം ബ്രദർ, സ്വർഗത്തിൽ ചെന്നാലും നീ അത് കാണും. കാരണം നമുക്കായി മുറിവേറ്റവൻ. ആരോ പാടി, അവനെ കാണുമ്പോൾ ഞാൻ കരഞ്ഞിടും. യേശു കർത്താവ് വന്നപ്പോൾ തോമസ് ഇല്ലായിരുന്നു.
തോമസ് വന്നപ്പോൾ പറഞ്ഞു, കർത്താവ് വന്നേച്ചു പോയി. തോമസ് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞെന്നും പറഞ്ഞു ഞാൻ വിശ്വസിക്കില്ല. ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും ആണിപ്പഴുതിൽ ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കും. 8 ദിവസം കഴിഞ്ഞപ്പോൾ നീ നോക്കിയിരിക്കൂ, കർത്താവ് വന്നു. തോമസ് ഉണ്ടായിരുന്നു. എന്നോട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. തോമസിന്റെ നേരെ കർത്താവ് തിരിഞ്ഞിട്ട് പറഞ്ഞു, തോമസേ, ഇങ്ങോട്ട് കൈ നീട്ടി, എന്റെ കൈകളെ കാണുക. വിരൽ ഇങ്ങോട്ട് നീട്ടി, എന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്തിടുക. ഞെട്ടിപ്പോയവൻ. അവൻ വിളിച്ചു പറഞ്ഞു, എന്റെ കർത്താവ് ദൈവമേ. ഇപ്പോഴാണ് ചോദിച്ചത്, ആരാടാ ഇത്ര പെട്ടെന്ന് കർത്താവിന് SMS ചെയ്ത് ഇമെയിൽ അയച്ച ആരാടാ? നോ വാട്സാപ്പ്, നോ ഇമെയിൽ. ആരും ഫോൺ ചെയ്ത് പറഞ്ഞില്ല. നിന്റെ ഹൃദയത്തിന്റെ ഇടിപ്പും തുടുപ്പും ഒക്കെ അറിയുന്ന ഒരുവനും ഇവിടെ ഉണ്ട്. എനിക്ക് നിങ്ങളുടെ ആരുടെയും പേരറിഞ്ഞൂടാ, പക്ഷെ നിങ്ങളുടെ ഹൃദയത്തെ തൊടുന്നെന്ന് എനിക്കറിയാം. അബ്രഹാമിന്റെ വീട്ടിൽ 2-3 പേര് വന്നു. അത് ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കും. കാരണം അടുത്ത വർഷം ഇതേ സമയം നിനക്ക് മോനുണ്ടാകണമെന്ന് പറയണേ ആരാ? ദൂതനല്ല, ദൈവോ. തമ്പുരാൻ പറഞ്ഞ അടുത്ത വർഷം ഇതേ സമയത്ത് നിനക്കൊരു മകനുണ്ടാവും. ഇത് കേട്ട സാറ ചിരിച്ചു. എവിടെ ചിരിച്ചു? പറ സഹോദരിമാരെ. കൂടാരത്തിനകത്ത് നിന്ന് പൊട്ടിച്ചിരിച്ചില്ല, രഹസ്യമായി ചിരിച്ചു. പുറത്തു നിന്നവൻ ആ ചിരി കേട്ടു, ആ ചിരി കണ്ടു. തമ്പുരാൻ ചോദിച്ചു, എന്താ സാറാ ചിരിക്കുന്നേ? അവൾ പറഞ്ഞില്ല, ഞാൻ ചിരിച്ചില്ല. എനിക്ക് ദൂത് പറയാനുണ്ട് നിന്നോട്. നിന്റെ ബെഡ്റൂമിന്റെ ഉള്ളിൽ, കിച്ചണിൽ ആരും കാണാതെ നീ തുടച്ചു കളഞ്ഞ കണ്ണുനീരുകൾ കാണുന്നൊരു സ്വർഗമുണ്ട്. ആമേൻ. അപ്പൻ കാണാതെ, അമ്മ കാണാതെ, ഭാര്യ കാണാതെ, ഭർത്താവ് കാണാതെ, മക്കൾ കാണാതെ നീ തുടച്ച കണ്ണുനീരുകൾ പോലും അവന്റെ തുരുത്തിയിലുണ്ട്. കൈ ഉയർത്തിയ ശക്തിയോടെ സ്തോത്രം പറയുന്നത്. ഞാൻ നിങ്ങളൊക്കെ കണ്ടു കാണുന്നത്, നെയ്യാറ്റിൻകര ഒരു കല്യാണം നടത്തി 8 ലക്ഷം ആളുകളാണ് എൻ്റെ കട്ടിങ് കണ്ടത്. 8 ലക്ഷം ആളുകൾ. അതിന് കാര്യമുണ്ട്. പന്നേര് തൊട്ടത് ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും. ഇപ്പം ഞാൻ പിള്ളേരോട് ചോദിച്ചു, മിക്കവാറും കല്യാണത്തിൽ ഇപ്പം ഞാൻ ചോദിക്കും, അതെല്ലാവരും പറഞ്ഞെന്നൊരു പറയുന്നുണ്ട്. ഞാൻ ചോദിച്ചു, അമ്മ കരയുന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ട്, കണ്ട്. അമ്മ കരയുന്ന കണ്ടിട്ടുണ്ട്. അപ്പം കരയുന്ന കണ്ടിട്ടുണ്ടോ? മിക്ക പിള്ളേരും സ്റ്റേജിലിരുന്ന് പെണ്ണും ചെറുക്കനും പറയും, ഇല്ല, അപ്പം കരയുന്നത് ശരിയാ. ആണുങ്ങൾ കരയുമെന്നല്ലേ ചോദിക്കുന്നത്. അപ്പം കരയും, പക്ഷെ നീ കാണില്ല. ലോകത്തിലെ ഏറ്റവും വലിയ തമാശക്കാരൻ ചാർലി ചപ്ലിൻ പറഞ്ഞു, പെരുമഴ പെയ്യാൻ ഞാൻ കാത്തു നിൽക്കും, മഴയത്തിറങ്ങി ഞാൻ കരയും. എൻ്റെ കരച്ചിൽ ആരും കാണില്ല. ഇന്ന് രാത്രി നിന്നോട് പരിശുദ്ധാത്മാ പറയുക, ആരും കാണാതെ നീ തുടച്ച കണ്ണുനീരുകൾ അവന്റെ തുരുത്തിയിലുണ്ട്. അതവന്റെ പുസ്തകത്തിലുണ്ട്. തോമസ് പറഞ്ഞു, എന്ത് കർത്താവും ദൈവമേ. ഇപ്പം കർത്താവ് പറഞ്ഞു, നീ എന്നെ കണ്ടത്, അത് പറയാൻ ഇത്ര വായിച്ചേ. അടുത്ത വാക്യം, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ വിശ്വസിച്ചവർ, ചെറുപ്പക്കാരെ, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ. ഇതാണ് യഥാർത്ഥ ക്രിസ്ത്യാനിത്വം. അല്ലാതെ ഇവിടെ തൊട്ട് വന്നിട്ട് മേടിച്ചോ, പിടിച്ചോ, പ്രാപിച്ചോ, ചാടി വീണോ എന്തോ കിട്ടാനാ? നിങ്ങൾ ഇഷ്ടപ്പെടുമോ? എനിക്ക് പ്രശ്നമേ അല്ലെന്നേ. ജീവിത യാഥാർത്ഥ്യങ്ങളോട് അടുക്കുമ്പോൾ അതൊക്കെ പോകും. എന്തിനാ ഈ മണ്ണാങ്കട്ട എല്ലാം കൂടെ? ആര് കൊണ്ടുപോകാനാ? അത് കേട്ടുമ്പോൾ ഇളകും നിങ്ങൾ. എന്നെ ദൈവം അയച്ച അതിനു വേണ്ടിയല്ല, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കോണം. എനി ടൈം ഇവിടുന്ന് പോകേണ്ടവരാ നമ്മൾ. ഡെഡ് ബോഡി വന്നുകൊണ്ടിരിക്കുക നാട്ടിൽ. ഓസ്ട്രേലിയയിൽ നിന്നും UK നിന്നും കാനഡയിൽ നിന്നും ഒക്കെ ചെറുപ്പക്കാരുടെ ഈ മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടിയല്ല ദൈവം നമ്മെ വിളിച്ചത് ഓർത്തോണം. കിട്ടുന്നതൊക്കെ അനുഭവിച്ചു, പക്ഷേ അവർ റെഡിയായിരിക്കുക. കാണുന്നത് താൽക്കാലികമാ, കാണാത്ത നിത്യമാ. ഒന്ന് സന്തോഷത്തോടെ കൈ ഒന്നടിച്ച്, ആരുടെയൊക്കെ കൈ ഉയരുമെന്ന് കാണട്ടെ. ഒന്ന് കൈ നന്നായി അടിച്ച് പറ, ഈ മണ്ണാങ്കട്ടല്ല, എന്റെ നാടിതല്ല, എന്റെ പ്രതീക്ഷ ഇവിടെ അല്ല. കാണാതെ വിശ്വസിച്ച ഭാഗ്യവാന്മാർ. എന്തുകൊണ്ട് അവൻ ഇടറിപ്പോയി ഞാൻ പറഞ്ഞു. എന്നിട്ട് ഒരു വാക്യം വായിച്ച് ക്ലോസ് ചെയ്യാം.
11-ാം വാക്യം, മത്തായി 11:11 വായിച്ച് പാസ്റ്റർ. 7 മുതൽ വായിക്കേണ്ടത് നേരമില്ല. യോഹന്നാന്റെ ശിഷ്യൻ, യോഹന്നാന്റെ മൊത്തം വായിക്കണം, നേരെ വീട്ടിൽ പോയി വായിക്കണം. യോഹന്നാന്റെ ശിഷ്യന്മാർ പോയ ശേഷം, നിൽക്കുമ്പോഴൊന്നും പറഞ്ഞില്ല, അവർ പോയ ശേഷം കർത്താവ് പറഞ്ഞു, വായിച്ചു പാസ്റ്ററെ, സ്ത്രീകൾ ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനാരുമില്ല. വായിക്കുക, അടുത്തോടെ വായിക്കുക. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ അവനിലും വലിയവൻ. അപ്പൊ ഇവിടുത്തെ വിടുതലല്ല വലുതെന്ന്. കാരാഗ്രഹത്തിൽ നിന്ന് ഒരു അത്ഭുതം ചെയ്ത് നിന്നെ പുറത്തു കൊണ്ടുവരുന്നല്ല വലുതെന്ന്. നിത്യതയിലെത്തുന്നതാ വലുത്. ക്യാൻസർ മാറുന്നത് നല്ല കാര്യമോ, പക്ഷെ അതല്ല വലുത്. നിത്യതയിലെത്തണം. കൈയൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിച്ച ശക്തിയോട്. യോഹന്നാന്റെ ശിഷ്യന്മാർ പോയപ്പോൾ കർത്താവ് പറഞ്ഞു, നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പാസ്റ്റർ ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. പോയ ശേഷം കർത്താവ് പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ ആരുമില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇത് ഉണ്ടോ ഇല്ലെന്ന് എന്നോട് ഇപ്പം പറ. നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അതാ ഇങ്ങനെ ഇരിക്കുന്നത്. സ്ത്രീകൾ ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ. ആദാം ദൈവത്തിൽ നിന്നാണ്. സ്ത്രീകൾ ജനിച്ചതാണ് ഹാബേൽ, ഒന്നാമത്തെ രക്തസാക്ഷി. അവിടെ മുതൽ തുടങ്ങാം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? കർത്താവ് പറഞ്ഞേ, ആബേലിനേക്കാൾ, അബ്രഹാമിനേക്കാൾ, ഇസഹാക്കിനേക്കാൾ, മോശയേക്കാൾ, ദാവീദിനേക്കാൾ, പിന്നെ ശേബാരാജ്ഞിയേക്കാൾ, ശലോമോനേക്കാൾ, പുതിയ നിയമത്തിലേക്ക് വന്നാൽ പൗലോസിനേക്കാൾ, പത്രോസിനേക്കാൾ ആര് വലിയവനാ? ഉറക്ക പറവാ തുറന്ന്. അങ്ങനെയാണെങ്കിൽ നെപ്പോളിയൻ ബോണപ്പാർട്ടിനേക്കാൾ, ചാർലിമേനേക്കാൾ, ഹിറ്റ്ലറേക്കാൾ, മഹാത്മാഗാന്ധിയേക്കാൾ, എബ്രഹാം ലിങ്കനേക്കാൾ ആര് വലിയവനാ? സ്ത്രീകാലജ്ഞനായ ദൈവം പറഞ്ഞു, യോഹന്നാനേക്കാൾ വലിയവൻ ജനിച്ചിട്ടുമില്ല, ജനിക്കാൻ പോകുന്നുമില്ല. നമുക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതാ നമ്മളിങ്ങനെ ഇരിക്കുന്നത്. നമ്മുടെ ദൃഷ്ടിയിൽ വലിയവെന്ന് കാണുന്ന ദൈവത്തിന്റെ ദൃഷ്ടി സീറോയാ. നമ്മൾ ഈ വലുതായി കാണുന്ന, ഇപ്പോഴും ഞാൻ പറയും, ഈ സ്റ്റേജ് നിറഞ്ഞു നിൽക്കുന്നവരെയാണ് ഞാൻ എപ്പോഴും പറയും. സ്റ്റേജ് നിറഞ്ഞു നിൽക്കുന്ന, TV നിറഞ്ഞു നിൽക്കുന്ന ദൈവം തമ്പുരാൻ കാണുന്ന ആരെയാ നിങ്ങൾക്കറിയാമോ? ആരാലും അറിയപ്പെടാത്തവരായി തുണിസഞ്ചിയിലേക്ക് നിറച്ച് പച്ചുവെള്ളവും കുടിച്ച് നല്ലോടെയൊക്കെ ആട്ടും തുപ്പും അടിയിടിയേറ്റ് ആത്മാക്കളെ നേടുന്ന അനേക ഭക്തന്മാരുണ്ട്. നിങ്ങൾ കാണുന്ന ഭീമോനച്ചനെയാ, പക്ഷെ ആരും അറിയാത്ത ഭക്തന്മാരുണ്ട്. കർത്താവ് ഉണ്ടാക്കുന്നൊരു ദിവസമുണ്ട്. ഇവിടെ ആദരിക്കപ്പെടുന്ന പലരും അവിടെ അനാദരിക്കപ്പെടും. ഇവിടെ അനാദരിക്കപ്പെടുന്ന പലരും അവിടെ ആദരിക്കപ്പെടും. നിന്നോട് കർത്താവ് പറയാ, ഡബിൾ ഡ്യൂട്ടി ചെയ്തും കഷ്ടപ്പെട്ടും ഒക്കെ നീ ദൈവത്തിന് വേണ്ടി കൊടുത്തതും ചെലവിട്ടതും ഇവിടെ ആരും അറിയുന്നില്ലേലും അറിയുന്നൊരു സ്വർഗമുണ്ട്. തമ്പുരാൻ പറഞ്ഞു, സ്ത്രീകൾ ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല. സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനിലും വലിയ. അങ്ങ് ചെന്നാ പറ്റിയാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയവനേക്കാൾ വലിയവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ. എൻ്റെ ദൈവമക്കളെ, എനിക്കിനി നിങ്ങളുടെ കൂടെ ഒന്ന് പ്രസംഗിക്കാനൊക്കില്ല, സമയമില്ല, വിളിച്ചാലും ഇല്ല. ദിവസം ഒത്തിരി നോക്കിയ അങ്ങനെ അദ്ദേഹം വിട്ടതേക്ക്. അതുകൊണ്ട് നിങ്ങളോട് പറയട്ടെ, കർത്താവ് നമ്മളെ വിളിച്ചത് ഇവിടുത്തെ മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടിയല്ല. ദൈവം നമ്മെ വിളിച്ചത് നിത്യതയ്ക്ക് വേണ്ടിയാണ്. ഇവിടെ ആരോ ലീഡ് ചെയ്താളോ പാടിയാളോ ഒക്കെ പറഞ്ഞു. എന്താ വേദോസം പറയുന്നത്? 1 പത്രോസ് 5:10 നിത്യതേജസ്സിനായി നമ്മെ വിളിച്ചിരിക്കുന്ന. സമയം ഉണ്ടായിരുന്ന ഇത് അടുത്ത രാത്രി പ്രസംഗിക്കാമായിരുന്നു. സർവകൃപാലുവായ ദൈവം നിങ്ങളെ ഉറപ്പിച്ച് ശക്തീകരിക്കും. തന്റെ രാജ്യത്തിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. 1 Thessalonians 2:11 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണ നിങ്ങളെ വിളിച്ചത്. അതുകൊണ്ട് ക്രിസ്തുവേശുള്ള രക്ഷ നിത്യതേജസ് കൊണ്ട് വൃതന്മാർക്ക് കിട്ടാൻ ഞാൻ സകലവർക്കായി സഹിക്കുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നതിന് വേണ്ടി വാഗ്ദത്ത രാജ്യത്തിന് അവകാശികളാകുവാൻ അവൻ നമ്മെ തിരഞ്ഞെടുത്തു. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. കർത്താവ് നമ്മളെ വിളിച്ചതേ ഇവിടെ പ്രാതിനിധ്യമൊക്കെ കിട്ടും. ഈ മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടിയൊന്നുമല്ല, നിത്യതയ്ക്ക് വേണ്ടിയാണ്. അങ്ങ് ചെല്ലണം. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ പാടി, എന്ത് പാടി? കുഞ്ഞാടാകും എൻ്റെ പ്രിയന്റെ പാടിയേ സിയോൻ പുരിയിൽ ചെന്നു ചേരാൻ ഭാഗ്യമുണ്ട്. കുഞ്ഞാടാകും എൻ്റെ പ്രിയന്റെ സിയോൻ പുരിയിൽ ചെന്നു ചേരാൻ ഭാഗ്യമുണ്ടെങ്കിൽ ലോകമെന്നെ ത്യജിച്ചാലും ദേഹമെല്ലാം
ലോകമെന്നെ ത്യജിച്ചാലും ദേഹമെല്ലാം ക്ഷയിച്ചാലും ക്ലേശമെന്നിൽ ലേശമില്ല, ഈശനെ ഞാൻ പിന്തുടരും. ക്ലേശമെന്നിൽ ലേശമില്ല, ഈശനെ ഞാൻ കൈയൊന്ന് ഉയർത്തിക്കേ. പിന്തുടരും. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. നമ്മുടെ പിള്ളേർ കേൾക്കി ഇതൊക്കെ പാടണം ഇടയ്ക്ക് വീട്ടിൽ ഇരുന്ന് കുടുംബ പ്രാർത്ഥനയൊക്കെ നടത്തണം കേട്ടോ. നമ്മളിത് വേഴ്സിബിയിൽ നിന്നും പിതാവിൽ നിന്നും പഠിച്ചതല്ല, നമ്മുടെ അപ്പന്മാരിന്ന് പാടി. ഞാനിത് അനേക കല്യാണത്തിന് പറയിപ്പോൾ നമ്മളീ പാടുന്നില്ലെങ്ങേന്നൊന്നും അല്ല ഒരു പാടി, അവരുടെ ജീവിതമായിരുന്നു ഇത്, അവരനുഭവമായിരുന്നു. ഞാനിത് പറയുമ്പോൾ ഉടക്കി ഓരോ അമ്മാമ്മ വിളിച്ച് പാസ്റ്റർക്കാരാ ഇതല്ല എൻ്റെ ചരിത്രം എഴുതുന്നതെന്ന്. ഇതേപോലെ 1ഉം 2ഉം പിള്ളേരല്ല, 6, 7, 8 പിള്ളേർ. നമ്മളൊക്കെ കേരളത്തിൽ നിന്ന് വന്നവരല്ലേ, 5, 6 പിള്ളേർ, അതിൽ 3 പെൺപിള്ളേർ. കുടുംബസ്വത്തില്ല. പെന്തക്കോസിൽ വന്നപ്പോൾ മുടക്കപ്പെട്ടു. അപ്പൊ ഈ പിള്ളേരെ നിരത്തിയിരുത്തി സന്ധ്യക്ക് പ്രാർത്ഥിക്കും, അതിത് പാടും. പിള്ളേർ ഉറങ്ങിയാൽ അവർക്ക് ഉറങ്ങാൻ കഴിയില്ല. അവരെ നിർത്തിയിട്ട് കിടത്തിയിട്ട് അതിനരികിലിരുന്ന് കരയും. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. ആ കണ്ണുനീര് കരഞ്ഞ് കരഞ്ഞ് മതി മതി. ആ കണ്ണുനീര് നിന്റെ ദേഹത്ത് വീണു. കർത്താവേ, ബാങ്ക് ബാലൻസ് ഇല്ല, കുടുംബസ്വത്തില്ല, എവിടെ പിള്ളേരെ പഠിപ്പിക്കും, എവിടുന്ന് ഫീസ് കൊടുക്കും? ആ കണ്ണുനീര് കണ്ട് ദൈവം തുറന്നുറവേന്നാ നീ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. മറക്കരുത്. നീയും നിന്റെ തലമുറയത് മറക്കരുത്. കുടുംബ പ്രാർത്ഥനയുണ്ടോ, പ്രഭാത പ്രാർത്ഥനയുണ്ടോ? ഒക്കെ പോയില്ലേ? അതൊക്കെ തുടങ്ങണം. റൗണ്ട് പൗണ്ടെന്നും പറഞ്ഞ് ഓടരുത്. അവസാനം ശൂന്യമാകുന്ന കൂടും കൊണ്ട് നിൽക്കേണ്ടി വരും. 58,000 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ പാർത്തവൻ. 58,000 സ്ക്വയർ ഫീറ്റ് നമ്മൾ ചിന്തിച്ചേ. നിങ്ങൾക്ക് 5 മുറിയുള്ളൊരു വീടുണ്ടെങ്കിൽ അത് 5,000 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ, അല്ല 7,000. 58,000 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ പാർത്തവനെ കോവിഡ് കൊണ്ടുപോയി. 20 പേരെ അടക്കാനുള്ളായിരുന്നു. നാട്ടിലെ കാര്യമാണ്. അതേ സമ്മാനം പാലായിൽ 38,000 സ്ക്വയർ ഫീറ്റ് വീട്. ഉദ്ഘാടനം 15 ലക്ഷം പൂക്കള്, ലൈവ് പൂക്കള്, ഒരു വീട് പണിയാനുള്ള പൂക്കൾ അവൻ നടത്തി. 15 ലക്ഷം. അവനെ കോവിഡ് കൊണ്ടുപോയി. പോയവർ മോശക്കാരാണെന്നോ? ഔദ്യോഗിക കണക്കനുസരിച്ച് 2 കോടിയിൽ പോരാ. അതിനുശേഷം നമ്മൾ നിൽക്കുക. 2 കോടി അതിവിദഗ്ധ ഡോക്ടേഴ്സ്, പ്രശസ്ത നഴ്സുമാർ, സയന്റിസ്റ്റുകൾ, കോടീശ്വരന്മാരൊക്കെ പോയി. നമ്മൾ ബാക്കിയായി. ദൈവത്തിന് എന്താ പദ്ധതിയുണ്ട്, എന്താ കൊണ്ടുപോഞ്ഞേ? അതുകൊണ്ട് എപ്പോഴും ഓർത്തോണേ മക്കളെ, ദൈവം എന്നെ അയച്ചത് നിത്യതയ്ക്ക് വേണ്ടി കരുതിക്കോണം. നമ്മൾ ഇവിടുന്ന് പോകേണ്ടവരാ. നമുക്ക് ഇവിടെ വരാൻ കഴിഞ്ഞു. പക്ഷെ നമ്മുടെ വാക്ത നാട് ഇംഗ്ലണ്ട് അല്ല, ഇറ്റലി അല്ല, അമേരിക്കയല്ല. നമ്മുടെ പരദേശികളാണ്. നമ്മുടെ യാത്ര നിത്യത്തിലേക്കാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കണം. നമ്മൾ അല്പനാൾ ഇവിടെ വസിക്കുന്നു, ദൈവം നമുക്കെല്ലാം തരുന്നു. പക്ഷെ നമ്മുടെ ചിന്ത, ലക്ഷ്യം നിത്യതയാണ്. അതിനെ ബാധിക്കുന്നൊന്നും നീ ചെയ്യരുത്. എല്ലാവർക്കും ദിവസം എഴുന്നേറ്റ് നിൽക്കാം. യേശു കർത്താവ് വരാറായി. കാഹളം തുരിക്കും. ഏത് നിമിഷം ഭക്തന്മാർ ഇവിടുന്ന് മാറ്റപ്പെടും. പറക്കാൻ റെഡിയായിക്കണം. ഇവിടെ കൈവിടപ്പെട്ടു പോകരുത്.